സാനു പെട്ടെന്ന് സംസാരിച്ചോ. ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. ഇപ്പൊ നമ്മള് ഹോമോസെക്ഷുവാലിറ്റിയുടെ ഈ ചർച്ച എപ്പ വന്നാലും അതില് നമ്മള് പീഡോഫീലിയാണ് ചോദിക്കാറ്. അപ്പം പീഡോഫീലിയ ഇസ്ലാമികപരമായിട്ട് തെറ്റാണോ ശരിയാണോന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? ഓക്കെ, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ച പീഡോഫിലി എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞു. അല്ല, പീഡോഫീലിയ എന്ന് പറയുമ്പം ഒരു കുട്ടിയുടെ കൺസെന്റ് ചോദിക്കാൻ പറ്റത്തില്ല. ആ കുട്ടിക്ക് തിരിച്ചറിവ് വരാത്ത ഒരു പ്രായം. ആ ഒരു പ്രായത്തില് ഇപ്പൊ നമ്മള് വിവാഹം കഴിച്ചു കൊടുക്കുന്നു. അപ്പഴും ഇതിനെ പീഡോഫീലിയ എന്ന് തന്നെയല്ലേ നമുക്ക് പറയാൻ പറ്റുക? ഓക്കെ, നിങ്ങൾ ഉദ്ദേശിച്ച ഒരു 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 കുട്ടിയെ ഉപദ്രവിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ കുട്ടിയെ ഉപദ്രവിക്കൽ ഇസ്ലാമിൽ തെറ്റാണ്. ഇനി പ്രായപൂർത്തി എത്താത്ത ഒരു കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വിഷയമാണെങ്കിൽ അത് ഇസ്ലാമിൽ തെറ്റാണ്. എന്താണ് നിങ്ങളുടെ പോയിന്റ് പറഞ്ഞോളൂ. പോയിന്റ് എന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് പറയുന്നു പീഡോഫീലിയ തെറ്റാണെന്ന്. പക്ഷേ ഈ പച്ചപ്പട്ടിൽ പൊതിഞ്ഞ് ആയിഷ ബീവിയെ സ്വപ്നം കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും ആയിഷ ബീവിക്ക് അന്ന് 6 വയസ്സ് പ്രായമേ ഉള്ളൂ. ഉം, അപ്പൊ പടച്ചോന് തെറ്റാണെന്ന് തോന്നാത്തൊരു കാര്യമാണ് നമ്മളിപ്പോ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഹോമോസെക്ഷുവാലിറ്റി നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ഉം, ഉം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി പീഡോഫിലിയ എന്ന് വെച്ചാൽ എന്താ? പീഡോഫീലിയ എന്ന് പറയുമ്പോ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിലും ഉം. അത് നമ്മൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? അല്ല, നിങ്ങൾ പീഡോഫിലിയ എന്താന്ന് പറഞ്ഞോളൂ. പീഡോഫിലിയ എന്താന്ന് പറഞ്ഞോളൂ. പീഡോഫീലിയ എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നവർക്കോ നിങ്ങൾക്കോ എനിക്കോ സംശയമില്ലാത്തൊരു കാര്യമാണ്. ഒരു കുട്ടീനെ ഇപ്പൊ നമ്മൾ വിവാഹം കഴിച്ചു എന്നതിന്റെ പേരില് സെക്ഷൽ ആക്ടില് ഏഹ് ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് പീഡോഫീലിയ ആവില്ലേ? അല്ല, ഓക്കെ, ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ അതായത് ചെറിയ കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രായപൂർത്തി എത്താത്ത ഒരു കുട്ടിയുമായിട്ടുള്ള ലൈംഗിക ബന്ധം, അതാണ് പീഡോഫീലിയ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അട്രാക്ഷൻസ് ആണ് പീഡോഫീലിയ. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. ഓക്കെ, എങ്കിൽ അടുത്തൊരു ചോദ്യം, എപ്പോഴാണ് പ്രായപൂർത്തി എത്തുന്ന സമയം? അത് കൊള്ളാം. അപ്പൊ ഈ 6 വയസ്സെന്നുള്ളത് പ്രായപൂർത്തിയായോ ഇല്ലയോ എന്നുള്ളതിന് ഒരു തീരുമാനം നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ? ഓക്കെ, ഞാൻ അല്ല, ചോദിക്കുന്നതാണ്. അതായത് 6 വയസ്സിലാണോ അവര് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടത്? ആരുടെ കാര്യാ ചോദിക്കുന്നേ? ആയിഷ റളിയല്ലാഹുവിന്റെ വിഷയമാണ് ചോദിക്കുന്നത്. ആയിഷ ബീവിയുടെ കാര്യാണോ ചോദിക്കുന്നേ? ആ, അതെ, അതെ, അതാണ് നിങ്ങൾ ആയിഷ പറഞ്ഞത്. ബീവിയുടേത് നിക്കാഹ് 6 വയസ്സില് കഴിഞ്ഞിട്ട് പിന്നെ ഉം, 9 വയസ്സിലാണ് അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. അതെ, അതെ. അപ്പൊ ആ, ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതാണല്ലോ പിഡോഫൈലിന്റെ ഡെഫിനേഷൻ നമ്മൾ കൊടുത്തത് അല്ലെ? അതെ, അതെ. അപ്പൊ 6 വയസ്സിൽ അത് നടന്നിട്ടില്ല. ആ, ആ, 9 ആ, വയസ്സ് അപ്പൊ ആ. പ്രശ്നം തീർന്നില്ലേ? എങ്ങനെ പ്രശ്നം തീരും? 9 അല്ല, നിങ്ങൾ വയസ്സിലപ്പൊ പറഞ്ഞത് നിങ്ങൾക്കത് പീഡോഫീലിയ അല്ലെന്നാണോ പറയുന്നേ? 9 ഓക്കെ. അപ്പൊ 6 വയസ്സിലുള്ള വയസ്സിന്റെ ലൈംഗിക പ്രോബ്ലം ബന്ധം അല്ല, എന്ന് ഒരു പറയുന്നത് മിനിറ്റ്. 6 വയസ്സിന്റെ പീഡോഫീലിയ അല്ല? പ്രോബ്ലം സോൾവ് ആയി. അല്ല, 6 വയസ്സിന്റെ ആ, പ്രോബ്ലം സോൾവ് ആയോ? ഓക്കെ, ഓക്കെ. 9 9 വയസ്സ്. ഓക്കെ, ഫൈനല്ലേ? ഇനി ഓക്കെ, ഇനി ഇനി ഒന്ന് സാധനം കംപ്ലീറ്റ് ചെയ്തിടത്തിലേക്ക് ആ. ഇനി സാധനം ഒന്ന് പറയും, എപ്പോഴാണ് പ്രായപൂർത്തി എത്തുക? അതിന്റെ ഒരു യൂണിവേഴ്സലായ ഒരു മാറാത്ത ആ ഒരു ഏജ് എന്ന് പറയും. അല്ല, നിങ്ങളപ്പം പീഡോഫീലിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ അല്ലല്ല, എന്നോട് ചോദിച്ചപ്പോ അത് ശരി. നിങ്ങൾ നേരത്തെ പറഞ്ഞു പീഡോഫിലി എന്താണ്, അതെന്താണെന്നുള്ള ചോദ്യം ഒന്നും വേണ്ട. നമ്മളത് പറയാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യം ചോദിച്ചത്. ഇപ്പൊ ഓക്കെ. ഏതായാലും ഇവിടെ കിട്ടിയല്ലോ, എന്താണ് പീഡോഫിലി എന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്നൊക്കെ പറഞ്ഞാണല്ലോ. ശരി, പറയൂ, ആ. എപ്പോഴാണ് പ്രായപൂർത്തി എത്തുക? പ്രായപൂർത്തി എത്തുന്ന വയസ്സ് 12, 13 വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എത്തുന്ന ഒരു ഏജ് ആണ്. ആ, 12 വയസ്സാണോ? 12, 13, 14 അങ്ങനെ പലർക്കും വേരി ചെയ്യുമല്ലോ. വേരി ചെയ്യുന്ന എപ്പോഴാണ് ഒരു മിനിമൽ ഏജ് എത്രയാണ്? 12 ആയിരിക്കാം. ആയിരിക്കാം. ഉം. ഒരു 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 ഉറപ്പൊന്നുമില്ലേ? ഉറപ്പെങ്ങനെയാ പറയാൻ പറ്റുന്നത്? ഓരോ സ്ത്രീകൾക്കും അത് വ്യത്യാസമല്ലേ? അത് വ്യത്യാസപ്പെടുവോ? വ്യത്യാസപ്പെടും. എങ്ങനെ, എന്തൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ടാ വ്യത്യാസപ്പെടുക? റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എത്തുന്നതോ? ആ, റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. റീപ്രൊഡക്റ്റീവ് ആ, മെച്യൂരിറ്റി എപ്പോഴെത്തും എന്നുള്ളത് എന്തൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ട് വ്യത്യാസപ്പെടുക? പല പല ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് പല പല ഫാക്ടേഴ്സ്? അതിനെപ്പറ്റി കൂടുതൽ എനിക്കറിയില്ല. ആ, എന്നാ പഠിച്ചു തരണം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞുതരാം. അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരണല്ലോ. അതായത് ഒരാളുടെ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു 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 സോളിഡ് ആയിട്ടുള്ള ഒരു ഏജ് അല്ല, അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു നമ്പർ അല്ല.
ഓക്കെ. ആ നമ്പർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു 18 അല്ലെങ്കിൽ 15 ആ 15 വയസ്സിന്റെ തലേ ദിവസം വരേക്കും അവനിങ്ങനെ ചെറിയ കുട്ടിയാവുക, പെട്ടെന്ന് ഒരു ദിവസം ആ ബർത്ത്ഡേന്റെ അന്ന് അങ്ങോട്ട് വലുതാവുക, അങ്ങനെ ഒന്നല്ല സംഭവിക്കുക. ഇത് ഗ്രാജുവലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിന് പല ഫാക്ടേഴ്സും ഉണ്ട്. ആ പല ഫാക്ടേഴ്സിൽ ഈവൻ ഏതുവരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇപ്പം നമുക്ക് AI ഒക്കെ ഉള്ളതാണല്ലോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിന്നെ AI ഉപയോഗിച്ചുകൊണ്ട് ചാറ്റ് ജിപിടിയോ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഒരുപാട് ഫാക്ടേഴ്സ്, ഈവൻ ന്യൂട്രീഷൻ പോലും, ന്യൂട്രീഷൻ, കൾച്ചറൽ അപ്ബ്രിങ്ങിങ്, അതുപോലെ തന്നെ ആ സമൂഹത്തിൽ ഉള്ള പിന്നെ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുന്ന കാര്യങ്ങൾ, അവരുടെ ആവറേജ് ഏജ്, ഇതുപോലെയുള്ള അനേകം ഫാക്ടേഴ്സ് ചേരുന്നതാണ് ഒരാളുടെ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എത്തുന്ന ഏജ്. പലപ്പോഴും അത് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിലേക്ക് എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. കുറച്ച് മുമ്പുള്ള സൊസൈറ്റിയിൽ അത് പെട്ടെന്ന് ഉണ്ടായിരുന്നു. അത് പല രൂപത്തിലുണ്ടാവും. അതുപോലെ തന്നെ ഇന്ന് തന്നെ ഈ 2025 തന്നെ അത് പല തരത്തിൽ വേരി ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലായിരിക്കും, പല സ്ഥലങ്ങളിൽ പല രൂപത്തിൽ വേരി ചെയ്യുന്നു. അതിന്റെ കാരണം എന്താ? അവിടുത്തെ കൾച്ചറൽ അപ്ബ്രിങ്ങിങ് വേറെയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ന്യൂട്രീഷൻ വേറെ രൂപത്തിലാണ്. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് പല ഏജാണ്. ഇത് നമുക്ക് കൃത്യമായി 12 വയസ്സ്, നിങ്ങൾ പറഞ്ഞപ്പോൾ 12 വയസ്സാണ്, 12 വയസ്സിന് താഴെയാണെങ്കിൽ എന്ന രൂപത്തിലാക്കാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ആയിഷ ബീവിയുടെ വിവാഹമാണ് നിങ്ങൾ പറഞ്ഞത്. അവിടെ 9 വയസ്സ് എന്നുള്ള ഒരു പ്രായമാണ് നമുക്ക് അവിടെ ഒരുമിച്ച് ജീവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ 9 വയസ്സ് എന്ന് പറയുന്നത് പ്രായപൂർത്തി എത്താത്ത ഏജ് ആയിരുന്നില്ല എന്നും, ആ സമയത്ത് പ്രായപൂർത്തി ആയിരുന്നു എന്നുള്ളത് ആയിഷ ബീവി തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പ്രായപൂർത്തി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു പ്രശ്നം എന്തായിരുന്നു? പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയുമായി ലൈംഗിക ബന്ധം അല്ലെങ്കിൽ അവരെ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. ഇനി 9 വയസ്സിലാകുമോ? നമ്മുടെ നാട്ടിൽ പൊതുവെ ഇപ്പം 9 വയസ്സിലാകുന്നത് ചിലപ്പോൾ കുറവായിരിക്കാം. കാരണം ഇപ്പോഴത്തെ കൾച്ചറൽ അപ്ബ്രിങ്ങിങ്ങും ഇപ്പോഴത്തെ ന്യൂട്രീഷനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആവറേജ് ഏജും വ്യത്യസ്തമാണ്. ഈ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ മൊത്തത്തിലുള്ള ആവറേജ് ഏജ്. ആ ആവറേജ് ഏജ് പണ്ടത്തെ കാലത്ത് കുറവായിരുന്നു, ഇന്നത്തെ കാലത്ത് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആവറേജ് ഏജ് കൂടുന്നതിനനുസരിച്ച്, ഒരു സൊസൈറ്റിയുടെ മൊത്തം ആവറേജ് ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഒരു ഇമോഷണലി ആൻഡ് കൾച്ചറലി മെച്യൂരിറ്റി എത്തുന്ന പ്രായവും അതിനനുസരിച്ച് കൂടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ പൊതുവെ പറയുന്ന ഒരു ഉദാഹരണമാണ്, ഒരു 120 അല്ലെങ്കിൽ 150 ഒക്കെ ഒരു ആവറേജ് ഏജിലുള്ള ഒരു സൊസൈറ്റി ഉണ്ടായി എന്ന് വിചാരിക്കാം. നമ്മൾ ഈ ഹെൽത്ത് കെയറും മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കരമായി വികസിച്ച് ഒരു 150 വയസ്സ് വരെയൊക്കെ പൊതുവിൽ ആളുകൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടായി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ആ ഒരു സൊസൈറ്റിയിൽ എഡ്യൂക്കേഷൻ പ്രൊലോങ്ഡ് ആവും, ആളുകൾ കൾച്ചറലി ആൻഡ് ഇമോഷണലി മെച്യൂരിറ്റി എത്തുന്ന പ്രായം പ്രൊലോങ്ഡ് ആവും. അപ്പൊ സ്വാഭാവികമായിട്ടൊരു 30-40 വയസ്സാവാതെ ഒരാൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, മെച്യൂരിറ്റി എത്തൂല. ഒരു 30 വയസ്സെങ്കിലും ആവാതെ ഒരാൾ മെച്യൂരിറ്റി എത്തൂല. അപ്പൊ ആ 30 വയസ്സ് ആവുമ്പോൾ മെച്യൂരിറ്റി എത്തുന്ന ഒരു ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ അവിടെ ചിലപ്പം ഒരു 20-ആം വയസ്സിൽ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയാ, മെച്യൂരിറ്റി എത്താത്തൊരു കുട്ടിയെ കല്യാണം കഴിക്കലായിരിക്കാം. എന്ന് വെച്ച് അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുക, ആ 2025 ആ മനുഷ്യന്മാരൊക്കെ 20-ആം വയസ്സിൽ കല്യാണം കഴിച്ചു, എന്തൊരു മനുഷ്യന്മാരാണ്, എന്തൊരു പീഡോഫൈൽസ് ആണെന്ന് ആരെങ്കിലും പറയോ? ബുദ്ധിയുള്ള ആരും പറയില്ല. ബുദ്ധിയില്ലാത്ത ആളെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. പക്ഷെ ബുദ്ധിയുള്ള ആരും എന്ത് ചെയ്യില്ല, അങ്ങനെ പറയില്ല. അവിടെയാണ് നമ്മളിവിടെ പറയുന്നത് ഈ ഓരോ സൊസൈറ്റിയിലും ഇത് ഡിഫറന്റ് ആകുമെന്നുള്ളത് കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബിയെ വിവാഹം കഴിച്ച് അവരെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ പ്രായപൂർത്തിയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത് പൊതുവിൽ അത് ആ ഒരു ഏജിൽ പ്രായപൂർത്തി ആയതായിട്ടും മറ്റ് പല റിപ്പോർട്ടുകളും നമുക്ക് കാണാൻ പറ്റും. ഈവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുമായുള്ള വിവാഹ ബന്ധത്തിനുള്ള ആലോചനകൾ, ഇതൊരു മറ്റൊരാൾ കൊണ്ടുവരുന്ന ഒരു ആലോചനയാണ്. അതിനു മുമ്പേ തന്നെ ആയിഷ ബീവിയുടെ വിവാഹം മറ്റൊരാളുമായി കമ്മിറ്റ് ചെയ്തു വെച്ചിരുന്നു. അത് പിന്നെ മുടങ്ങുകയാണ് ചെയ്തത്. അബൂബക്കർ സിദ്ദീഖ് ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് തന്നെ മുടങ്ങിയ ഒരു ഇതായി. അപ്പൊ അതുകൊണ്ട് ആ ഒരു സൊസൈറ്റിയിൽ അത് നോർമലുമായിരുന്നു. കാരണം ഈ രൂപത്തിലാണ് അവിടുത്തെ ആവറേജ് ഏജും അതുപോലെ തന്നെ അവിടുത്തെ ഇമോഷണൽ ആൻഡ് കൾച്ചറലി മെച്യൂരിറ്റി എത്തുന്ന പ്രായവും വ്യത്യസ്തമാണ്. ഇത് നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പുള്ള അത്തരത്തിലുള്ള ബന്ധമാണ് പ്രശ്നം എന്നുള്ളത്. പക്ഷെ പ്രായപൂർത്തി എത്തിയിട്ടുണ്ട് എന്നുള്ളത്, ഈവൻ നിങ്ങൾ 12 പറഞ്ഞത്, ഇപ്പോഴത്തെ അവസ്ഥയിൽ പൊതുവെ 12 ആയിരിക്കാം. ഓക്കെ. പക്ഷെ അതിന് ഇപ്പോൾ ഈ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും 12 കുറവും കൂടുതലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് മറ്റൊരു സൊസൈറ്റിയെ കുറിച്ചാണ്, മറ്റൊരു കാലഘട്ടത്തിൽ ജീവിച്ച സൊസൈറ്റിയെ കുറിച്ചാണ്. അന്ന് 9 വയസ്സിൽ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരൊറ്റ ആഡിങ് അതായത് കുറെ ഫാക്ടേഴ്സ് പറഞ്ഞല്ലോ. ഈ ഓക്കെ, ഇവിടെ കുറെ ഫാക്ടേഴ്സ് പറഞ്ഞല്ലോ. അതിൽ ഒരു വിഷയം കൂടി ഉണ്ട്. അതായത് ക്ലൈമറ്റ് പോലും ഒരാളുടെ പിന്നെ സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൊസൈറ്റിയുടെ പിന്നെ അവിടെയുള്ള ക്ലൈമറ്റ് പോലും അതിൽ ഫാക്ടർ ആവുന്നുണ്ട്. ഈവൻ അതിൽ പറയുന്ന ഈവൻ വാം ക്ലൈമറ്റ് ആണെങ്കിൽ കുറച്ച് നേരത്തെ സെക്ഷൽ മെച്യൂരിറ്റി എത്തും എന്നുള്ളത് ഇപ്പം നിങ്ങൾ ജസ്റ്റ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പൊ നിങ്ങൾ അവിടെ പറഞ്ഞിരുന്നു
അതായത് എനിക്ക് ഈ വിഷയം അറിയില്ല എന്നല്ല, എങ്ങനെയാണ് പ്യൂബർട്ടിയുടെ ഫാക്ടേഴ്സ് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് എന്താണ് എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ പീഡോഫൈൽ എന്നുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ അത് ഈ ചർച്ചയിലേക്ക് വന്നത് തന്നെ. പീഡോഫൈൽ എന്നുള്ളതിന്റെ മെഡിക്കൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡെഫിനിഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത് ഈ പ്രീ പ്യൂബസന്റ് ആയിട്ടുള്ള കുട്ടികളോട്, ഈ നമ്മൾ കുട്ടികൾ അല്ല, കുറച്ചുകൂടി ഈ സെക്ഷൽ മെച്യൂരിറ്റി എത്താത്ത ആളുകളോട് മാത്രം, അവരോട് മാത്രം സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്ന ആൾക്കാരെ കുറിച്ചാണ് ഈ പറഞ്ഞ പീഡോഫൈൽ എന്നുള്ളത് പറയാം. നിങ്ങൾ ഇവിടെ പിന്നെ വളരെ നിഷ്കളങ്കമായിട്ടൊന്നുമില്ല ചോദ്യം ചോദിക്കാൻ വന്നത്. വളരെ നിഷ്കളങ്കമായി പിന്നെ ഞാനൊരു മുസ്ലിം സ്ത്രീയാണ്, എനിക്ക് ഇതൊക്കെ അറിയാൻ എന്തൊക്കെ സംശയമുണ്ട്, കുറെ ആൾക്കാർ എന്തൊക്കെ പറയുന്നു, അതുകൊണ്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ വരുന്നുള്ള വളരെ നിഷ്കളങ്കമായിട്ടൊന്നുമല്ലല്ലോ നിങ്ങൾ ഇവിടെ ചോദിക്കാൻ വന്നത്. ആദ്യം അങ്ങനെയൊക്കെ ആയിരുന്നു തുടങ്ങിയത്, നമ്മൾ എന്താണ് പറയാന്നൊക്കെയാണ് ചോദിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ ചോദ്യത്തിന്റെ ഉദ്ദേശമൊക്കെ മനസ്സിലാക്കിയ നിലക്ക് പറയാൻ, നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, പ്രവാചകനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചകന്റെ ജീവിതം നിങ്ങൾക്ക് അറിയാത്തോണ്ടൊന്നും അല്ല. പ്രവാചകൻ ആദ്യം വിവാഹം കഴിച്ച ആരെയാണ്, എത്ര വയസ്സുള്ള സ്ത്രീയാണ്, അത് കഴിഞ്ഞ് വിവാഹം കഴിച്ചത് 60 വയസ്സുള്ള സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടുണ്ട്, പിന്നെ 40 വയസ്സുള്ള സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഈവൻ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ വേർഡ് പോലും, പീഡോഫൈൽ എന്നുള്ള വേർഡ് പോലും യൂസ് ചെയ്യുന്നത് പിന്നെ ടെക്നിക്കലി റോങ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പീഡോഫൈൽ എന്താണ്, അതിന്റെ ഫാക്ടേഴ്സ് എന്താണ് എന്നറിയാത്തതിന്റെ കുഴപ്പമാണ്. അപ്പോൾ ഇത് എങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും റസൂലിനെ, പ്രവാചകൻ അങ്ങനെ പറയാൻ സാധ്യമല്ല. അത് നിങ്ങൾ കുറെ എനിക്ക് തോന്നുന്നു മുമ്പും ഏതൊക്കെ ലൈവിൽ ഇങ്ങനെ വന്നിരുന്നു. അതുകൊണ്ട് പിന്നെ വളരെ നിഷ്കളങ്കായെന്ന് ഇവിടെയുള്ള ഓഡിയൻസ് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഓക്കെ. അപ്പൊ ഈ പീഡോഫൈൽ ആയിട്ടുള്ള ഒരു വ്യക്തി, അയാൾ 9 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ വിവാഹം കഴിക്കുകയാണ്. അത് ഇസ്ലാമികപരമായിട്ട് തെറ്റാണോ ശരിയാണോ? യെസ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് വിവാഹബന്ധം, വിവാഹ ജീവിതം എന്നുള്ളതും, രണ്ടാമത്തത് കോൺട്രാക്ട് എന്നുള്ളതും. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നിക്കാഹ് കോൺട്രാക്റ്റും അതുപോലെ തന്നെ വൈവാഹിക ജീവിതവും, ഇതിനെ രണ്ടിനെയും രണ്ടായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കോൺട്രാക്ട് എന്ന് പറയുന്നത് അത് പിന്നെ ഈ രക്ഷിതാവും അതുപോലെ തന്നെ ഈ കല്യാണം കഴിക്കുന്ന ആളും തമ്മിലുള്ളതാണ്. അതിന് ഇങ്ങനെയുള്ളൊരു പരിധി ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. പക്ഷെ അവർ ഒരുമിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്രായപൂർത്തി എത്തണം. അതിന്റെ കാരണങ്ങൾ പലതുണ്ട്. അത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലേക്കും യോജിച്ച ഒരു മതമാണ്. എല്ലാ തരത്തിലുള്ള എല്ലാ സൊസൈറ്റിയിലേക്കും പ്രായപൂർത്തി എത്തിയ ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾ ഫാക്ടേഴ്സ് ഒന്നും മനസ്സിലാക്കാതെ വന്ന ആളല്ലേ. അപ്പൊ അതൊക്കെ പറയുമ്പോൾ പല ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതും പല കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതൊക്കെ പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ഓക്കെ. അപ്പൊ എന്തായാലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ കോൺട്രാക്റ്റിന് ഒരു പ്രായപരിധി നിശ്ചയിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും പല സൊസൈറ്റിയിലും ഈ വിവാഹം എന്നുള്ളതിനെ പല രൂപത്തിലാണ് പെർസ്യൂ ചെയ്യുക. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു വിവാഹം എന്ന് പറയുന്നത് ഒരു രണ്ട് ഇണകളാവുക എന്നുള്ള ഫാക്ടറിലാണ് പലപ്പോഴും അത് മെജോറിറ്റി അതിലാണ് ഉള്ളത്. പക്ഷെ വിവാഹം എന്നുള്ളതിന് അതിനപ്പുറത്തേക്കും ഒരുപാട് മാനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു പെൺകുട്ടിയുടെ സുരക്ഷ, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സുരക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവൾ ടേക്ക് കെയർ ചെയ്യാൻ ഒരാൾ വേണമെന്നുള്ളത്. അങ്ങനെ അതിന് പ്രാധാന്യം കൂടുതലുള്ള ഒരുപാട് സൊസൈറ്റികളുണ്ട്. ഓക്കെ. അതായത് സ്ത്രീയുടെ സുരക്ഷ, അത് സ്ത്രീ അങ്ങനെ അനാഥമായി പോകാൻ പറ്റില്ല. അവള് ഒന്നുകിൽ പിന്നെ ഉപ്പ അല്ലെങ്കിൽ ഭർത്താവ്, അങ്ങനെ ആരെങ്കിലും ഒക്കെ സ്ത്രീയെ നിർബന്ധമായി നോക്കിയിരിക്കണം. ആണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഇസ്ലാം ആ രൂപത്തിൽ മുന്നോട്ട് വെക്കുന്നില്ല. പക്ഷെ സ്ത്രീക്ക് കുറച്ചധികം സോഷ്യൽ സെക്യൂരിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഇപ്പം യുദ്ധങ്ങളൊക്കെ കൂടുതലുള്ള സൊസൈറ്റി, യുദ്ധങ്ങളൊക്കെ വളരെ വ്യാപകമായിട്ടുള്ള സൊസൈറ്റി, സ്വാഭാവികമായിട്ടും ഉപ്പമാർക്ക് മക്കളുടെ ഭാവിയെക്കുറിച്ച് ഒരു ആശങ്ക സ്വാഭാവികമാണ്. അവരെങ്ങനെ മരിച്ചു പോയാൽ എന്റെ മകൾ എന്ത് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സൊസൈറ്റികൾ ഉണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പെൺകുട്ടിയെ നേരത്തെ തന്നെ പിന്നെ വിവാഹം ഉറപ്പിച്ചു വെക്കാം എന്നുള്ളത് ഇസ്ലാം പറയുന്നുണ്ട്. അത് പെൺകുട്ടിയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിൽ തന്നെ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇൻ കേസ് അങ്ങനെ കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ പ്രായപൂർത്തി എത്തുമ്പോഴാണല്ലോ വൈവാഹിക ജീവിതം തുടങ്ങും. പ്രായപൂർത്തി എത്തുമ്പോൾ പെൺകുട്ടിക്ക് തോന്നാണ് ഇത് പറ്റില്ല, ഈ നേരത്തെ നിക്കാഹ് ചെയ്ത ആളുമായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഒഴിവാക്കാം. അത് പറ്റില്ല എന്നുള്ള ഒരു വാക്ക് മാത്രം മതി ആ നിക്കാഹ് അസാധുവാൻ. എന്ന് വെച്ചാൽ പെൺകുട്ടിയുടെ താല്പര്യം എന്നുള്ളത് ഇൻഫോംഡ് കൺസെന്റ്, അതായത് പ്രായപൂർത്തിയത്തിന് ശേഷമുള്ള ഇൻഫോംഡ് കൺസെന്റ് എന്നുള്ളതിന് വളരെ കൃത്യമായ വില എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ സെക്യൂരിറ്റിയെ മാനിച്ചുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കോൺട്രാക്ട് നേരത്തെ ഉണ്ടാക്കാം. പക്ഷെ അവർ ജീവിച്ചു തുടങ്ങണമെന്നുണ്ടെങ്കിൽ പെൺകുട്ടിയുടെ പൂർണ്ണമായ സമ്മതം നിർബന്ധമാണ്. പെൺകുട്ടി എങ്ങനെ സമ്മതം ഇല്ല എന്നുണ്ടെങ്കിൽ ആ സമ്മതമില്ലായ്മ തന്നെ, ആ പറ്റില്ല എന്നുള്ള വാചകം തന്നെ ആ നിക്കാഹ് അസാധുവാവാനുള്ള കാരണമാണ്. അവർക്ക് വേറെ മറ്റ് ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ തന്നെ മറ്റ് വിവാഹങ്ങളെ കുറിച്ച് ആലോചിക്കുകയും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യാം. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. പക്ഷെ ഇസ്ലാം എല്ലാ കാര്യങ്ങളും പരിഗണിക്കുന്നതാണ്, പെൺകുട്ടിയുടെ സുരക്ഷ എന്നുള്ളതും എന്നാൽ അതേസമയത്ത് പെൺകുട്ടിയുടെ താല്പര്യം എന്നുള്ളതും. ഈ രണ്ടിനെയും ഇസ്ലാം കണക്കിലെടുക്കുന്നുണ്ട്.
മറ്റു പല ദർശനങ്ങളിലും പോലെ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിതി എന്നൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ ഇതല്ലേ പിതാരക്ഷിതി കൗമാരെ ഭർത്തൃരക്ഷിതി അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് പൂർണ്ണമായിട്ട് അങ്ങനെയല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു സംരക്ഷണം എന്നുള്ളതിൽ മാത്രം ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടല്ല ഇസ്ലാമിന് ഈ വിവാഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ഇസ്ലാമിന് വിവാഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് ഒന്ന് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇറ്റ് ഈസ് എൻ ഇഷ്യൂ. എന്നാൽ അത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സ്ത്രീയുടെ താല്പര്യം എന്നുള്ളതും ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് നേരത്തെ വേണമെങ്കിൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണമെങ്കിൽ കോൺട്രാക്ട് ചെയ്യാം, അത് നിർബന്ധമൊന്നുമല്ല. അത് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അത് നല്ലൊരു ബന്ധമാണ് എന്ന് നേരത്തെ കാണുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അങ്ങനെ കോൺട്രാക്ട് ചെയ്തു വെക്കാം. പക്ഷെ വൈവാഹിക ബന്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്ത്രീക്ക് താല്പര്യം വേണം. ഇതാണ് അതിന്റെ ഒരു കാര്യം. സ്ക്രീനൊന്ന് കാണിച്ചു, ആ സ്ക്രീനൊന്ന് കാണിച്ചു, ആ ഹദീസ് ഒരാൾക്ക് അവര് മുമ്പേ തീരുമാനിച്ചു വെച്ച പിന്നെ വിവാഹമാണെങ്കിൽ അത് പിന്നീട് അവൾക്ക് ചോദിച്ചെടുക്കുക എന്നുള്ളതിന്റെ പറഞ്ഞതിന്റെ ആ ഒരു ഹദീസിന്റെ തെളിവാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് അത് ഉത്തരമായിട്ടില്ല. അതായത് 9 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ ഒരു പീഡോഫൈൽ കല്യാണം കഴിച്ചാൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിച്ചത്. അത് ഇസ്ലാമികപരമായിട്ട് അത് തെറ്റല്ല. പീഡോഫൈല് അപ്പം 9 വയസ്സിന് മേലെ കല്യാണം കഴിച്ചാലും ഇപ്പൊ എന്ത് നമുക്ക് പറയാൻ പറ്റുക? പീഡോഫൈല് ചെയ്യുന്ന കാര്യങ്ങൾ അതല്ല, അങ്ങനെ ഒരാള് മാത്രല്ലേ ഈ 9 വയസ്സിൽ താഴെയുള്ള ഒരു അല്ല, ഒരു കുട്ടിയെ കല്യാണം വ്യഭിചാരി കഴിക്കേണ്ട ഒരു ആവശ്യം. വ്യഭിചാരി കള്ളൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയാൽ അത് തെറ്റാണോ? ഒരു വ്യഭിചാരി ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, ഒരു നല്ല പ്രായപൂർത്തിയൊക്കെ എത്തിയ നല്ലൊരു പെണ്ണിനെ. തെറ്റാണോ ശരിയാണോ ചോദിച്ചപ്പോ നമ്മൾ പറയാ ഒരു ലീഗാലിറ്റി പറയുമ്പോൾ ആ ലീഗാലിറ്റി ഒരു മാരേജ് ഞാൻ ഇസ്ലാമിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. എങ്ങനെ ഞാൻ ഇസ്ലാമിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഇസ്ലാമിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞത്. ഇസ്ലാമിന്റെ കാര്യമാണോ പറഞ്ഞത്? 9 അതെ. വയസ്സിന് താഴെ ഒരു കുട്ടിയെ കല്യാണം കഴിക്കുന്നത് ശരിയോ തെറ്റോ? പീഡോഫൈൽ കല്യാണം കഴിക്കുന്നത് ഒരു- ശരിയാണ്. ഇപ്പൊ ചോദ്യം മാറി. മുമ്പ് അതല്ലേ ചോദ്യം ഇല്ലായിരുന്നു. മുമ്പ് പീഡോഫൈൽ കല്യാണം കഴിക്കുന്നത് ശരിയാണെന്ന് ചോദിച്ചിരുന്നത്. പീഡോഫൈൽ ആയിരിക്കുമല്ലോ ഒരു 9 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടീനെ, അല്ലാതെ മറ്റൊരാൾ വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും നേരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതാണ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഉറങ്ങിയായിരുന്നോ? ഇത്രയും വിശദീകരിച്ചിട്ട് അത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് സീരിയസ് കോംപ്രിഹെൻഷൻ ഇഷ്യൂസ്. ഓക്കെ, കാരണം വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത് എന്താണ് കോൺട്രാക്ട്, എപ്പോഴാണ് കോൺട്രാക്ട് ചെയ്യാൻ പറ്റുക. യുദ്ധ സാഹചര്യവും സുരക്ഷിത അല്ല, അവിടെ നിക്ക്. അവിടെ നിക്ക് പറയൂ പറയുന്നത് കേൾക്കില്ല. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു എപ്പോഴാണ് കോൺട്രാക്ട് പറ്റുക, വിവാഹത്തിനുള്ള കോൺട്രാക്ട് എപ്പോ പറ്റുക എന്നുള്ളതിന്റെ ഇസ്ലാമിക മാനം പറഞ്ഞു. ഒരുമിച്ച് ഒരു കാര്യം ജീവിക്കാൻ ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പറയുന്നതനുസരിച്ച് പ്യൂബർട്ടി എത്താതെ ഒരു കുട്ടീനെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിക റൂൾ എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. അതില്ലാത്ത അല്ല, കാര്യമല്ല നിങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. കേട്ടിട്ടില്ല. അപ്പൊ കേട്ടിട്ടില്ല. ഒന്നും കേൾക്കില്ല. ഇത് നേരെ ഓപ്പോസിറ്റ് അല്ലേ പറഞ്ഞത്. വിവാഹം കഴിക്കാന്നാ പറഞ്ഞത്. ഈ പരിഹാസമല്ല ഒന്നിനുള്ള ഒരു ഉത്തരം. ഒരാൾക്ക് Okay, ഒരു okay, ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള give me your points. എന്തൊക്കെയാണ് താങ്കളുടെ പോയിന്റ്, എന്താണ് അത് പറഞ്ഞോളൂ. ഞാൻ ഇത്രയും നേരം പറഞ്ഞൊന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നിങ്ങളുടെ പോയിന്റ് പറഞ്ഞോളൂ. അല്ല, ഒരു 9 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടീനെ വിവാഹം കഴിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ള ഒരു ചോദ്യത്തിന് യുദ്ധ സാഹചര്യം നിങ്ങൾ പറഞ്ഞു, സുരക്ഷ പറഞ്ഞു, യുദ്ധ സാഹചര്യം അങ്ങനെ അല്ല പല പറഞ്ഞത്. കാര്യങ്ങളും പറഞ്ഞു. ഒരു മിനിറ്റ്, യുദ്ധ സാഹചര്യം അല്ല പറഞ്ഞത്. യുദ്ധ സാഹചര്യം എന്നുള്ളത് അതിന് പ്രോൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. യുദ്ധ സാഹചര്യം എന്നുള്ളത് അത് അങ്ങനെയുള്ള സൊസൈറ്റികളും ഉണ്ടാകാം എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്. ഞാനിവിടെ വിവാഹം കഴിക്കാൻ പറ്റോ ഇല്ല എന്നുള്ളത് ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നിക്കാഹ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുമിച്ചുള്ള വൈവാഹിക ജീവിതം ഉണ്ട്. നിക്കാഹിന് പ്രായപരിധി ഇല്ല എന്നുള്ളതും, എന്നാൽ അതേ സമയത്ത് വൈവാഹിക ജീവിതത്തിന് പ്രായപരിധി ഉണ്ട് എന്നുള്ളതും. എന്നാൽ നിക്കാഹ് ചെയ്തെങ്കിൽ പോലും പിന്നെ ഒരുമിച്ച് ജീവിക്കാൻ, അതായത് വൈവാഹിക ജീവിതത്തിന് പെണ്ണിന്റെ, അതായത് കന്യകയുടെ കൺസെന്റ് നിർബന്ധമാണ് എന്നുള്ളതിന്റെ തെളിവ് ഞാനിവിടെ കാണിച്ചു. ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വൈവാഹിക ജീവിതത്തിന് പ്യൂബർട്ടി അച്ചീവ് ചെയ്യണമെന്നുള്ളതിന് ഒരു തെളിവ് നിങ്ങളെങ്കിൽ കൊണ്ടുവരും. ഒരു മിനിറ്റ്. വൈവാഹിക ജീവിതത്തിന് പ്രായമില്ല എന്നാണോ പറയുന്നത്? നിങ്ങളാണ് പറഞ്ഞത് പ്യൂബർട്ടി ആയാൽ മാത്രമേ വൈവാഹിക ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കൺസെന്റിന്റെ ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞത്. ഇസ്ലാമിന്റെ നിയമം എങ്ങനെയാണെന്നാണ് സഹോദരി വിചാരിക്കുന്നത്? ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ഏജ് ഒന്നും ഒരു മാറ്ററേ അല്ല. ഏജും പ്യൂബർട്ടിയും ഏജ് ഒന്നും മാറ്റർ അല്ല ഒരു നമ്മൾ ബാധകമല്ല. ഒരു പെൺകുട്ടി ആയിരുന്നാൽ മാത്രം മതി പെൺകുട്ടി ആയിരുന്നാൽ ഏത് ഏജിലാണെങ്കിലും വിവാഹം വൈവാഹിക കഴിക്കാം. ബന്ധം കോൺട്രാക്ട് അല്ലല്ലോ സംസാരിക്കുന്നത്. അതെ അല്ല, കോൺട്രാക്ട് അല്ല, കോൺട്രാക്ട് അല്ല, വൈവാഹിക ബന്ധം ഉണ്ടാവാൻ ഏത് ഏജ് ആയാലും മതി.
മതി. ഓക്കെ. 4-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വിവാഹപ്രായം എത്തിയാൽ, വിവാഹത്തിന്റെ പ്രായം എത്തിയാൽ എന്ന് പറയുന്നുണ്ട്. അതിൽ നിക്കാഹ് എത്തിയാൽ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അവിടെ ബലവൻ ഉദ്ദേശിക്കുന്നത് ആ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണല്ലോ പറഞ്ഞത് ഇസ്ലാമിലെ. പറഞ്ഞു. ഉം. ഉം. വിവാഹപ്രായം എത്തിയാൽ എന്ന് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണല്ലോ പറയുന്നത്. ആ. അപ്പൊ ആയത്ത് കൊണ്ട് അപ്പൊ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ പ്രായം ഏതാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം അത് നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ഇല്ലാന്നല്ല അത് പറഞ്ഞുതരാം അത് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ഇത് എന്തുകൊണ്ട് എനിക്ക് ഉദ്ദേശിച്ചാൽ പറയും. ഇല്ലാന്നല്ല പറഞ്ഞത്. മാറ്റിയോ? അത് മാറി. ഉണ്ട്. ആ ഉദ്ദേശം എന്താണെന്ന് അറിയാത്തോണ്ടല്ലേ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യന് മിനിറ്റ്. വിട്ട് വന്നത്. വിവാഹപ്രായം അല്ല വൈവാഹിക ബന്ധം തുടങ്ങുന്ന ഒരു പ്രായം ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ? ഇസ്ലാമിൽ ഇല്ല. ഇല്ല. ആ, അപ്പം അപ്പൊ വൈവാഹിക വിവാഹ പ്രായം പ്രായം എന്ന് പറഞ്ഞാൽ എത്തിയാൽ എന്ന് 4-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? അങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിൽ ഏടെത്തിയാൽ എന്നാണ് പറയുന്നത്. ഓക്കെ പറയൂ. ഫിനിഷ്. ഫിനിഷ്. ഓക്കെ എങ്കിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ തോറ്റല്ലോ. അപ്പൊ നിങ്ങൾ പറയൂ ആ. അത് ഏത് ഏജ് ആണെന്ന്. ഒരു മിനിറ്റ്. അപ്പൊ ഓക്കെ, സമ്മതിച്ചു. വൈവാഹിക പ്രായം ഇസ്ലാമിലുണ്ട്. വൈവാഹിക ബന്ധം തുടങ്ങുന്ന ഒരു പ്രായം ഇസ്ലാമിലുണ്ട്. എന്റെ അറിവിലില്ല. ഓക്കെ. അപ്പൊ 4-ാം അപ്പൊ അധ്യായം പിന്നെ ഈ 6-ാമത്തെ വിവാഹപ്രായം വചനം എന്താണ്? എങ്ങനെയാണ് വിശദീകരിക്കുക? ഇത് വേറെ വഴിയില്ല കുട്ടി. ഒന്നെങ്കിൽ 4-ാം അധ്യായം 6-ാമത്തെ വചനം എങ്ങനെ വിശദീകരിക്കും നിങ്ങൾ പറയണം. കാരണം ഏതോ ഒരു വിവാഹപ്രായം ഉണ്ട്, എന്തോന്നുണ്ട്. എന്തിലാട്ടെ എന്തോന്നുണ്ട്. അത് എന്താണ് 2 വയസ്സോ 3 വയസ്സോ 4 വയസ്സോ 10 വയസ്സോ 100 വയസ്സോ ഇനി പ്യൂബർട്ടിയോ എന്തോ ഒന്നുണ്ട്. വൈവാഹിക പ്രായം എത്തുന്ന എന്തോ ഒരു സാധനം ഉണ്ട്. അത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് അവരെ ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് അവർക്ക് സ്വത്ത് കൊടുക്കുക എന്നാണ് പറയുന്നത്. അതാണ് ആയത്ത് പറയുന്നത്. അപ്പൊ വൈവാഹിക പ്രായം എത്തിയാൽ എന്നുണ്ട്. ഇല്ലാത്തൊരു സാധനം എത്തിയാൽ എന്ന് പറയുന്ന അർത്ഥമില്ലല്ലോ. ദുബായിൽ എത്തിയാൽ എന്ന് ഞാൻ പറയാണ്. ദുബായിൽ ഒരു സംഭവം ഇല്ലാതെ ഞാൻ വിശ്വസിക്കുകയാണ്. രണ്ടും കൂടെ നടക്കൂലല്ല. വിവാഹപ്രായം എത്തിയാൽ എന്ന് പറഞ്ഞാൽ അപ്പം പ്യൂബർട്ടി ആണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത്. അതൊന്നും ചോദിച്ചില്ല. അതൊന്നും ചോദിച്ചില്ല. വിഷയം അത് നമുക്ക് മാറ്റി. പറഞ്ഞുതരാം. പക്ഷെ എന്തോ വിവാഹപ്രായം ഉണ്ട് എന്ന് മനസ്സിലായോ? അത് ഏതാണെന്നുള്ളതാണല്ലോ ക്വസ്റ്റ്യൻ. ഏതാണോ എന്നുള്ളത് ചർച്ച ചെയ്യാം. നിങ്ങൾ പറഞ്ഞു വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് നിങ്ങൾ പറഞ്ഞതൊന്നും ശരിയല്ല. ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കുള്ള കാര്യം. ഇസ്ലാം എന്താ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ്. ഇസ്ലാമിൽ വിവാഹപ്രായം ഒന്നും ഇല്ല. ഞങ്ങളിവിടെ വലഹുൻ നിക്കാഹ് എന്ന് പറയുന്ന ആയത്ത് അങ്ങോട്ട് തന്നു. വിവാഹപ്രായം ഇവിടെ വലഹുൻ നിക്കാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 കാര്യങ്ങളാണ്. 2 പോസിബിലിറ്റീസ് ഉള്ളത്. ഒന്നെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് കോൺട്രാക്ട് ആണ്, അല്ലെങ്കിൽ അത് വൈവാഹിക ബന്ധമാണ്. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബോണസാണ്. കാരണം കോൺട്രാക്റ്റിന് പായം വേണ്ട നമ്മൾ വിചാരിക്കുന്നത്. കോൺട്രാക്റ്റിനും പായം വേണമെന്ന് സംഭവിക്കേണ്ടി വരും. അതല്ല, വൈവാഹിക ബന്ധമാണ് അവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ പറഞ്ഞതിനോട് 100% നിങ്ങൾക്ക് യോജിക്കേണ്ടി വരും. അറ്റ്ലീസ്റ്റ് അത് അംഗീകരിക്കേണ്ടി വരും. ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. എവിടെന്നെങ്കിലും അവിടുന്നുള്ള വീഡിയോസും പിന്നെ കോൾ റെക്കോർഡിംഗ് കണ്ടിട്ട് മതം പഠിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ അതിന്നൊക്കെ മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സോഴ്സസിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് ഒരു ഉപദേശമായിട്ട് പറയാനുള്ളത്. ഒരു വാശിയായിട്ട് എടുക്കേണ്ടതില്ല. ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതില്ല, അങ്ങനെ ഒരു പേഴ്സണലി എടുക്കേണ്ടതില്ല. ഇതൊരു ഒരു ഒരു കാരണമാകട്ടെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാൻ. അല്ല, ഒരു ചെറിയൊരു കൺക്ലൂഷൻ. അതായത് വിവാഹപ്രായം എത്തിയാൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി മനസ്സിലാക്കേണ്ടത് അന്നത്തെ സമൂഹങ്ങളിൽ അവർ നോർമലി എന്താണ്, അവിടുത്തെ സമൂഹം എല്ലാവരും വിവാഹപ്രായമായി കാണുന്ന ഒരു സംഭവം ഉണ്ടാവും എന്നുള്ളത് അതെങ്കിലും നമുക്ക് ഒബ്വിയസ്ലി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഫിഖി ഗ്രന്ഥങ്ങളിൽ നമുക്ക് വളരെ കൃത്യമായി അത് വിശദീകരിക്കുന്ന കാണാൻ കഴിയും. വെൻ എ വുമൺ ഈസ് ഏബിൾ ടു, ശാരീരികമായ ഒരു സ്ത്രീ അതിന് പക്വമാകുമ്പോൾ, ഓക്കെ, കാരണം ലൈംഗിക ബന്ധത്തിലൂടെ അവൾക്ക് എന്താണ് അവളുടെ ശരീരം അതിന് പാകമാകുമ്പോൾ എന്നുള്ളത് വളരെ കൃത്യമായി എല്ലാ ഫിഖി ഗ്രന്ഥങ്ങളിലും വെൻ ഷീ ഈസ് ഏബിൾ ടു ഡു വിത്തൗട്ട് കോസ് അണ്ടർഗോയിങ് എനി ഹാം, യാതൊരു രീതിയിലുള്ള അപകടവും ഇല്ലാതെ അവള് സേഫ്ലി അവള് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പര്യാപ്തമാകുന്നത് വരെ എന്നുള്ളതാണ് എല്ലാ ഫിഖി ഗ്രന്ഥങ്ങളും ആ വിഷയങ്ങളിൽ. as far as I know, like എല്ലാ ഫിഖി ഗ്രന്ഥങ്ങളും എന്ന് പറയുമ്പോൾ I should take it back. as far as ഞാൻ കണ്ട എല്ലാ ഫിഖി ഗ്രന്ഥങ്ങളിലും ആ ടേമാണ് യൂസ് ചെയ്തിട്ടുണ്ട്. So that's all. Thank you. മാത്രമല്ല ഇതില് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാം വയസ്സിൽ നിക്കാഹ് ചെയ്തു, 9-ാം വയസ്സിൽ കല്യാണം കഴിച്ചു എന്നുള്ള ആ ഒരു റിപ്പോർട്ടുകളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വിശദീകരിക്കുന്നുണ്ട്. അതായത് കോൺട്രാക്ട് വേണമെങ്കിൽ നേരത്തെ ആവാന്നുള്ളതും, എന്നാൽ വൈവാഹിക ജീവിതം തുടങ്ങാൻ
ഈ ഒരു മാത്രമല്ല ആയിഷ ബീവിക്ക് പിന്നെ ആ സമയമാകുമ്പോഴേക്ക് പ്രായപൂർത്തിയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി കൂട്ടി വെച്ചുകൊണ്ട് ഫുഖഹാക്കൾ വളരെ കൃത്യമായിട്ട് തന്നെ ഈ കാര്യം വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വൈവാഹിക ജീവിതം എത്തണം എന്നുണ്ടെങ്കിൽ ഒരു വിവാഹ പ്രായം ഉണ്ട്. അത് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സോളിഡ് നമ്പർ അല്ല, അത് ഒരു സൊസൈറ്റിയിൽ പൊതുവിൽ വിവാഹത്തിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തുന്ന ഒരു പ്രായം എന്നുള്ളതാണ് വരിക. ഇത് 12 9 18 അങ്ങനെ ഒരു നമ്പർ അല്ല എന്നുള്ളതാണ്. കാരണം ഒബ്വിയസ്ലി അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ഓക്കെ.